ഹലോ. ഇന്ന് ഞങ്ങൾ US-ലെത്തിയിട്ട് 6-ാമത്തെ ദിവസമാണ്. രാവിലെ ഞങ്ങൾ താമസിക്കുന്ന സ്പ്രിങ്ങിലെ വീട്ടിൽ നിന്നിറങ്ങി സ്പേസ് സെൻറ്ററിൽ കയറി 2 മണിയോടെ അവിടെ നിന്നിറങ്ങി മക്ഡൊണാൾഡ്സിൻ്റെ ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് ഗാൽവെസ്റ്റോണിലേക്ക് പോവുകയാണ്. ഹൂസ്റ്റൺ സിറ്റിയിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ ഡ്രൈവാണ് അങ്ങോട്ട്. ഡൗൺ ടൗണിലെ ഉയർന്ന കെട്ടിടങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കടലിൻ്റെ അടുത്ത് എത്താനായി. ഇവിടെയൊക്കെ ഹൈറ്റ് കൂടിയ കെട്ടിടങ്ങളില്ല എന്ന് പറയാം. GTA Vice City കളിച്ചിട്ടുള്ളവർക്കറിയാം ഈ സ്ഥലമൊക്കെ നല്ല പരിചയമുണ്ടോ എന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്. അത് ശരിക്കും മിയാമി സിറ്റി ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഗെയിമാണ്. എന്നാലും നമ്മളെപ്പോലെ ആദ്യം വരുന്നവർക്ക് അതുപോലെ തോന്നിപ്പോവും ഈ സ്ഥലം. ഗാൽസ്റ്റോൺ ഒരു ചെറിയ ഐലൻഡാണ്. ഇപ്പോൾ നല്ല ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്, അധികം തണുപ്പൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ലീസയ്ക്ക് ഇവിടെ ബീച്ച് കണ്ടപ്പോൾ അവിടെ ഇറങ്ങണം. അങ്ങനെ കാർ സൈഡാക്കി അവിടെ ഇറങ്ങി. കുറേ സീഗൾസ് ഉണ്ട് ഇവിടെ. വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഒരു 1/2 മണിക്കൂർ അവിടെ നിന്നിട്ട് കാറിൽ തിരിച്ചു കയറണം. ഒലീസയുടെ ബീച്ച് വൈബ്സ് വേറൊരു വീഡിയോ ആയിട്ട് ഇറക്കാം കേട്ടോ. എല്ലാവരും കാണണേ. പോകുന്ന വഴി ക്രൂയിസ് പാർക്കിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത്. 3 ക്രൂയിസ് ഷിപ്പ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണല്ലേ കാണുന്നതെല്ലാം. നോർവീജിയൻ വിവ എന്ന ഷിപ്പാണ് മുന്നിൽ കിടക്കുന്നത്. നോർവീജിയൻ ക്രൂയിസാണ് വലിയ ഷിപ്പ്. കൂടുതൽ ഷിപ്പും കരീബിയൻ ദ്വീപുകളിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ജൂബിലി എന്ന് പറഞ്ഞ ഷിപ്പാണ്. ഇന്നത്തെ യാത്ര ഇതോടെ അതിമനോഹരമായിരിക്കുകയാണ്. നാസയിലെ വേറെ വീഡിയോ ഇടാം. ഓരോ ഷിപ്പിനെയും കണ്ട് ഞങ്ങളെല്ലാവരും ആസ്വദിച്ചിരിക്കുകയാണ്. ഈ പുറകിലുള്ളതാണ് കാർണിവൽ ബ്രീസ് എന്ന ക്രൂയിസ്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. ബൈ ബൈ.